ഫോക്കസ് 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 എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫോക്കസ് ഉണ്ടെങ്കിൽ ലൈഫിൽ വിജയിക്കാൻ പറ്റും. വേ ഓഫ് സക്സസ് ആണ് ലൈഫ് എന്നുള്ളത്. ഹരിസാറും അതിനെ പറയാൻ പോകുന്നത് വേ ഓഫ് സക്സസ് എന്നുള്ളത് നിങ്ങളുടെ ഫോക്കസിനെ അടിസ്ഥാനമാക്കിയിരിക്കും. പക്ഷേ ഫോക്കസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സാർ എന്താ ചെയ്യാൻ പറ്റുക? ഫോക്കസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഹരിസാറിന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് തോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാം. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഒരു ലോക്ക്ഡ് ആയിട്ടുള്ള റൂമാണ് ചിന്തിക്കുക. അതായത് മനസ്സിലൊരു ലോക്ക്ഡ് ആയിട്ടുള്ള അടച്ച് പൂട്ടി വെച്ചിട്ടുള്ള ഒരു റൂമാണ് ചിന്തിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും ഈ പറഞ്ഞ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് റൂമിലേക്ക് കയറിയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുള്ളൂ? ഫോക്കസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സക്സസ് ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, ആ ഒരു ലോക്കർ റൂമിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കയറിയേ പറ്റുള്ളൂ. ആ ഒരു ബ്രെയിനിലുള്ള ആ ലോക്കർ റൂമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞിട്ടുള്ള വേ ഓഫ് സക്സസ് ഉണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് സാർ ഉണ്ടാവുക? ഈ പറഞ്ഞ റൂമിലേക്ക് ഇങ്ങനൊരു സാധനം നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെ കയറി പറ്റാം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഡു ദീസ് തിങ്സ് മക്കളെ. സാറിന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാ നോർമലായിട്ട് വലിയ സയന്റിഫിക് വേയോ കാര്യങ്ങളോ ഒന്നുമല്ല, നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആസ്ക് ആൻഡ് ടീച്ച് യുവർ സെൽഫ്. എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതൊരു 100 മീറ്റർ ഓട്ട മത്സരം അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഫോക്കസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്നുള്ളത് ഇന്ന് ചിലപ്പോൾ നടക്കില്ല, നാളെ ചിലപ്പോൾ നടക്കില്ല, മറ്റന്നാൾ ചിലപ്പോൾ നടക്കില്ല, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നടക്കില്ല, ഒരു മാസം കൊണ്ട് നടക്കില്ല, ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടായി എടുക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായി വരേണ്ട ഒരു സാധനമാണ് ഈ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 100 മീറ്റർ ഓട്ട മത്സരമല്ല, ഇതൊരു മാരത്തൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. കുറച്ചധികം ദൂരം നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചധികം നിങ്ങൾ വർക്ക് ചെയ്താലേ ഫോക്കസ് എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ റൂം നിങ്ങൾക്ക് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സാർ അതിന് ചെയ്യാൻ പറ്റുക? ഇത്തിരി സമയം എടുക്കും സാറോട് എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്തിട്ടാലും നിങ്ങൾ ആ പറഞ്ഞിട്ടുള്ള റൂമിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് ആൻ അലാം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഫോക്കസ് ആദ്യം തന്നെ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് നേരം ധ്യാനം, അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം മെഡിറ്റേഷൻ, 10 മിനിറ്റ് നേരം യോഗ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അലാം സെറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് പോട്ടെ, ഒരു 3 മിനിറ്റിൻ്റെ ഒരു അലാറം നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ അലാം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ച് നിങ്ങൾ ബാക്ക് ടു വർക്കിലേക്ക് പോകുക. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരാഴ്ച, ഒരു 1.5 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 3 മിനിറ്റ് അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ക്വയറ്റ് ആയിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു മോചനം കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിജയിച്ചു. ആദ്യത്തെ ഒരു 1.5 ആഴ്ച നിങ്ങൾ 3 മിനിറ്റ് വെറും കുറച്ച് നേരം നിങ്ങൾ അലാം സെറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞ ബൗണ്ടറി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വളരെ വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അരമണിക്കൂറൊക്കെ നിങ്ങളിങ്ങനെ കൂൾ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നാണ് ഹരിസാറിന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തുടക്കം എന്ത് ചെയ്യുക? ചെറിയ ചെറിയ കുറച്ച് ടൈം ഫിക്സ് ചെയ്ത് ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് വെക്കുക. പിന്നീട് എന്ത് ചെയ്യുക? ഒരു 1.5, 2 ആഴ്ച, 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പതുക്കെ സമയം കൂട്ടുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫോക്കസിൻ്റെ ടൈം കൂട്ടുക. ഓക്കെ, റെഡി? ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദ ഫസ്റ്റ് 5 മിനിറ്റ്സ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കുറച്ചൊന്ന് പേടിക്കേണ്ട ഒരു ടൈം. നിങ്ങളോട് സാറ് പറഞ്ഞു 3 മിനിറ്റ് ഇരിക്കണം എന്നുള്ള കാര്യം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഈ പറഞ്ഞ സാർ 1.5, 2 ആഴ്ച, 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഫോക്കസിന് വേണ്ടി മാറ്റി വെക്കാം. പക്ഷേ ഈ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലുള്ളൊരു 5 മിനിറ്റ് ഉണ്ട് മക്കളെ. ആ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് ആ ഒരു ബ്രെയിൻ നിങ്ങളോട് പറയുകയാണ്, ഓക്കെ മതി, നിർത്താൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മനോഭാവമായിരിക്കും ബ്രെയിൻ നിങ്ങളോട് കാണിക്കുക. മതി എന്ന് പറഞ്ഞ ഫോക്കസ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ പോകും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഡെയിലി കണ്ടിന്യൂ ചെയ്യണം. ഡെയിലി വൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. 3 മിനിറ്റ് ആയിക്കോട്ടെ, 4 മിനിറ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് ആയിക്കോട്ടെ. ഇനി നിങ്ങളുടെ മുന്നിൽ 10 മിനിറ്റ്, 20 മിനിറ്റ് കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ പിന്നീട് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഫോക്കസ് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് അത് ഓരോരുത്തരുടെ കോഗ്നിറ്റീവ് ലെവൽ പ്രകാരമായിരിക്കും ഫോക്കസിൻ്റെ ഏരിയ അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കും. ചിലവർക്ക് അത് 2 മാസം കൊണ്ട് വേഗം നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലവർക്ക് അത് 1 ആഴ്ച, 2 ആഴ്ച കൊണ്ട് വേഗം നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ സാറിന് ചിലപ്പോൾ അത് 1 വർഷം, 1.5 വർഷം കൊണ്ടായിരിക്കും ഫോക്കസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ആ ഒരു ഡോറ് തുറന്ന് അകത്ത് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നീട് യാതൊരു ശല്യമില്ലാതെ എനിക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് ലെവൽ വെച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു റെസിസ്റ്റൻസിനെ, ബ്രെയിനിൻ്റെ റെസിസ്റ്റൻസിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കിടിലുമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ അറിയേണ്ടത് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ആപ്സ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഓക്കെ, കുറേ സാധനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ആപ്പുകളായിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താ സത്യത്തിൽ ഡിസ്ട്രാക്ഷനാണ്. ആ പറഞ്ഞിട്ടുള്ള ഡിസ്ട്രാക്ഷനെ എങ്ങനെ ഇല്ലാതാക്കുക? നോർമലി എല്ലാവരും നിങ്ങളോട് പറയും അത് അൺഇൻസ്റ്റാൾ ചെയ്തോളൂ. അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവില്ല? അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ടില്ലല്ലോ, ഞാൻ ഫോക്കസ് ചെയ്യല്ലോ എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിൽ വരും. പക്ഷേ ആക്ച്വലി അത് തെറ്റായ ഒരു സംഭവം.
അപ്പോൾ സാർ എന്താ പറയണത്, ഈ പറഞ്ഞ ആപ്സും കാര്യങ്ങളൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യണ്ടേ ഫോണിൽ നിന്ന്? മക്കളെ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് അവിടെ ഉള്ളതുകൊണ്ടല്ല നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നം. ഇപ്പം എല്ലാവരുടെ ഫോണിലും ഓരോ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ആപ്പ് അവിടെ നിൽക്കുന്നുണ്ട്, യാതൊരു വിധ ശല്യം ആർക്കും ഉണ്ടാകുമ്പോഴില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഈ പറഞ്ഞ സ്ക്രോളിങ് ഹാബിറ്റ് ഉണ്ട്, ദ ഹാബിറ്റ് ഓഫ് സ്ക്രോളിംഗ് ഉണ്ട്. അതായത് ഈ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കാനുള്ള ഹാബിറ്റാണ് യഥാർത്ഥ പ്രശ്നം. രോഗത്തിനെ അല്ല, രോഗകാരണത്തിനെയാണ് യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടതെന്ന് ആരോ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെ ഈ പറഞ്ഞ ആപ്സോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസോ ഒന്നും അല്ല യഥാർത്ഥ ഇഷ്യൂ. നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന സ്ക്രോളിംഗ് ഹാബിറ്റാണ് യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് കുറേ പേര് നിങ്ങളോട് പറയും ചിലപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒരു ഡിസ്ട്രാക്ഷനാണ്. ആക്ച്വലി എന്ത് തന്നെയാണ്, സോഷ്യൽ മീഡിയ അവിടെ ഉള്ളതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഈ പറഞ്ഞ ഹാബിറ്റ് ഓഫ് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ സാധനം പോയില്ലെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. ഓക്കെ, നിങ്ങളിത് അൺഇൻസ്റ്റാൾ ചെയ്തു. സപ്പോസ് നിങ്ങൾ ഈ പറഞ്ഞ ആപ്സും കാര്യങ്ങളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഇൻസ്റ്റാഗ്രാമാണ് എൻ്റെ പ്രശ്നം, ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ റീല് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഷോർട്സ് കാണാൻ വേണ്ടി യൂട്യൂബിൽ കയറും. യൂട്യൂബിലും ഈ ഷോർട്സ് കാണാൻ പറ്റും. യൂട്യൂബിന് കളഞ്ഞു കഴിഞ്ഞാൽ അതാ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്സ്, സ്നാപ്ചാറ്റ്, ഒരുപാട് ആപ്സിൽ ഈ പറഞ്ഞ ഷോർട്സും കാര്യങ്ങളും അവൈലബിൾ. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒന്ന് എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ സാർ എല്ലാം കളഞ്ഞു കഴിഞ്ഞാലോ? എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാബിറ്റ് ഓഫ് സ്ക്രോളിംഗ് നിങ്ങൾ വേറൊരു സാധനത്തിലേക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു മാധ്യമത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും, വേറൊരു മീഡിയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞിട്ടുള്ള സ്ക്രോളിംഗ് ഹാബിറ്റ് ഇല്ലാണ്ടാവുന്നില്ല. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫോക്കസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ ഇസ് നോട്ട് എ പ്രോബ്ലം എന്നാണ് ഹരിസാറിന് പറയാനുള്ളത്. പ്രോബ്ലം ഇവിടെയാണുള്ളത്. ഓക്കെ, റെഡി, സെറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രിഗേഴ്സ് ഉണ്ടാവും. നമുക്കിത് കാണണം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ്സിന് അല്ലെങ്കിൽ ആ ട്രിഗർ മൂവ്മെന്റിനാണ് എന്ത് ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യേണ്ടത്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിട്ടുള്ള ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്ലോലി ഒന്ന് ബ്രീത്ത് ഒന്ന് ശ്വാസമൊക്കെ എടുത്തൊന്ന് ബ്രീത്ത് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സമാനത്തോടൊന്ന് ഇരുന്ന് നോക്കുക. കുറച്ച് സമയത്തേക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് സമാധാനപരമായിട്ട് ഇരിക്കുക, റിലാക്സ് ചെയ്യുക, പോസ് എടുക്കുക, ഒരു ബ്രീത്ത് എടുക്കുക, റിലാക്സ് ചെയ്യുക, അങ്ങനെ ഇരിക്കുക കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അങ്ങനെ ആ ട്രിഗർ മൂവ്മെന്റ് ഉണ്ടാവും. എനിക്ക് ഈ ഫോൺ വേണം, ഇപ്പം എനിക്ക് ഷോർട്സ് കാണണം, ഇപ്പം എനിക്ക് റീൽസ് കാണണം എന്നുള്ള സാധനം വരുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? അടങ്ങിയിരിക്കുക. ഓക്കെ, ചുമ്മാ ഇരിക്കുക. അപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു സമാധാനം കിട്ടും, ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ മീനിങ് എന്താ? നിങ്ങളുടെ ബ്രെയിനോട് നിങ്ങൾ പറയാം. ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെയിൻ പറയാണ്, ഒരു സാധനം നിങ്ങൾ വായിക്കുകയാണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ നിങ്ങൾ വായിക്കുകയാണ്. വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കേണ്ടത്? ഈ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പ്രയോജനം എന്നൊരു സാധനം നിങ്ങൾ ഉള്ളിലടിക്കും. അതില്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ബ്രെയിനോട് പറയാം, ഞാനിത് വായിക്കുന്നത് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്, നാളെ ക്ലാസ് ടെസ്റ്റിൻ്റെ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കണം. ഈ ഒരു പർപ്പസ് നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? റീവയർ ചെയ്യുക. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇമോഷണൽ മീനിങ് അവിടെ ഉണ്ടാവും. ഇമോഷണൽ മീനിങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്രെയിനിന് ചിന്തിക്കാൻ തോന്നുന്നു, ഓക്കെ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും, ഇത് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നുള്ള സാധനം വരും. അപ്പോൾ ചുമ്മാ വെറുതെ വായിക്കല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഇമോഷണൽ പർപ്പസ് കൊടുക്കുക, ഒരു ഇമോഷണൽ മീനിങ് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു മാഗ്നറ്റിക് ഫോക്കസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും എന്നാണ് ഹരിസാറിന് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബ്രെയിനെ തന്നെ ഒന്ന് റിവയർ ചെയ്യുക, ദെൻ ബ്രേക്ക് അൺവാണ്ടഡ് ഹാബിറ്റ്സ്, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെ ഈ പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള ഈ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോക്കസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഫോക്കസ് ഇസ് നോട്ട് നാച്ചുറൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമൊന്നുമല്ല. എല്ലാവർക്കും ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആവണമെന്നില്ല, ബാക്കിയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, ആളുകളായിരിക്കാം, പലതും ആയിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം. ഇറ്റ് ഈസ് റിച്വൽ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ്ലി ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കണം. ഫോക്കസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞ 5 മിനിറ്റ് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോസ്റ്റ് ബ്രീത്ത് റിലാക്സേഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞിട്ടുള്ള ഫോക്കസ് കിട്ടുള്ളൂ. ഓക്കെ, ഫോക്കസ് ആർക്കും ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. ആ ലോക്ക് തുറന്ന് കയറാൻ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. ആ കുറച്ച് പേരിൽ കുറച്ച് ആളുകളായിട്ട് നിങ്ങൾ മാറണം. then train your brain until you enter the focus room. ഈ പറഞ്ഞിട്ടുള്ള ഫോക്കസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ആ ഒരു ടൈം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. അത് നിങ്ങൾ ആ ഒരു റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇറങ്ങേണ്ട കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തോളും. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ബ്രെയിൻ അത് അതിനനുസരിച്ച് പ്രവർത്തിച്ചോളും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഹരിസാറിന് പറയാനുള്ളത്. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ അറിയേണ്ട കാര്യം ഫോക്കസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളതാണ് സാറിൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. റിലാക്സ് ചെയ്യുക, ഇതൊരു റിച്വൽ ആയിട്ട് എടുക്കുക, ഒരു ഹാബിറ്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രിഗർ മൂവ്മെൻറ്റ്സിനാണ്. നിങ്ങളെ ഈ പറഞ്ഞ സ്ക്രോളിംഗ് ഹാബിറ്റിന് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഹാപ്പി ലേണിംഗ്.